ഇപ്പോൾ സാദിഖ് അലി തങ്ങളും ഒപ്പം പി കെ കുഞ്ഞാലിക്കുട്ടിയും മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് ഈ അവസരത്തിൽ UDF-ലെ ഘടകകക്ഷികളും കോൺഗ്രസ് അടക്കമുള്ള DOK അടക്കമുള്ള കക്ഷികളൊക്കെ അത് ആഗ്രഹിക്കുന്നുണ്ട്. തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും മലബാറിലൊക്കെ ഒരേപോലെ ജനങ്ങൾ UDF-നോടൊപ്പം നിന്നിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ BJP-യുടെ ഒരു വളർച്ച അതെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അപ്പോൾ രാഷ്ട്രീയമായിട്ട് ഒന്നുകൂടി UDF-ൻ്റെ നില ഭദ്രമാക്കുകയും അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാക്കുകയും ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. മറ്റ് ഘടകകക്ഷികളെ കൂടി കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതെ, അടിത്തറ വിപുലമാക്കുക എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ സമാന ചിന്താഗതിക്കാരായിട്ടുള്ള ഒരുപാട് പാർട്ടികളുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷത്തോട് അതൃപ്തിയുള്ള പാർട്ടികളൊക്കെ കേരളത്തിലുണ്ട്, ഇടതു മുന്നണിയിൽ തന്നെ. അവരിൽ പലരും ഞങ്ങളോട് സമാപന ചിന്താഗതിയുള്ള ആളുകൾ, പാർട്ടികൾ, അവരൊക്കെ തന്നെ UDF-ലേക്ക് വരുമെന്നാണ് പ്രതീക്ഷ. കേരള കോൺഗ്രസിനൊക്കെ ശക്തമായ തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. അതെ, ഒരു പാർട്ടി നൽകല്ലോ താങ്കളെ. UDF-ലേക്ക് അടിത്തറ വികസിപ്പിക്കാൻ ആശയപരമായി യോജിക്കുന്നവരൊക്കെ വരണം തന്നെ താങ്കൾ. ഇന്ന പാർട്ടി എന്നില്ല. വെൽഫെയർ പാർട്ടിയുടെ കാര്യം ഇതൊന്ന് പറയട്ടെ. അതൊക്കെ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു ആ കാര്യങ്ങൾ. അതിലേക്ക് ഇനി നമ്മൾ തിരിച്ചു പോകേണ്ടതില്ല. ഭരണവിരുദ്ധ വികാരമാണോ അതോ UDF-നോടുള്ള പ്രതീക്ഷയാണോ? എന്താണ് ശരിക്കും ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രതിഫലിച്ചത്? ഇത് രണ്ടും വന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രാദേശികമായിട്ടുള്ള വികാരങ്ങളും പ്രശ്നങ്ങളൊക്കെയാണ് പ്രതിഫലിക്കാറുള്ളത്. പക്ഷേ ഇത്തവണ അതല്ല, പൊളിറ്റിക്കലായിട്ടുള്ള വോട്ടുകൾ തന്നെയാണ് ഇത്തവണ നമുക്ക് കിട്ടിയിട്ടുള്ളത്.